Which of the following is a free radical substitution reaction? What happens is that molecule becomes more spherical. എന്താണ് ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ്? That is acid catalyzed hydration of alkyne. Hi dears, welcome back to RACE. എടാ മക്കളെ, അപ്പൊ നീറ്റ് 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ റേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷുവർ 20 സീരീസിൽ കെമിസ്ട്രിയിലുള്ള ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാം മക്കളെ, ഏതാണ്? ഹൈഡ്രോ കാർബൺസ്. ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ഇയർ ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, യെസ്. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, the boiling point of 3 isomeric pentanes follows the order normal pentane, isopentane and neopentane. എന്താണ് കാര്യം? ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ ഇങ്ങനെയാണെന്നാ പറഞ്ഞത്. നമുക്ക് അറിയാം ബോയിലിംഗ് പോയിന്റ് ഓഫ് എൻ ആൽക്കൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ വെയിറ്റ്. മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ പെൻറ്റൈൻ ആണോ ബ്യൂട്ടൈൻ ആണോ മോർ ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ പെൻറ്റൈൻ ആണ്. പക്ഷേ നമുക്കിവിടെ തന്നിട്ടുള്ള ഓൾ ആർ പെൻറ്റൈൻസ്. ഐസോമേഴ്സ് ആണ്. നോർമൽ പെൻറ്റൈൻ, ഐസോപെൻറ്റൈൻ ആൻഡ് നിയോപെൻറ്റൈൻ. എന്താണ് നോർമൽ പെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ? നോർമൽ പെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻ പെൻറ്റൈൻ ആണ്. ആരാത്? CH3, CH2, CH2, CH3. ഇവന്റെ പേരാ നോർമൽ പെൻറ്റൈൻ. റെഡിയാ? ആരാ? ഐസോപെൻറ്റൈൻ. CH3, CH3 അല്ലേ? CH2, CH3, 2-methyl butane. അവന്റെ കോമൺ നെയിം ഐസോപെൻറ്റൈൻ. ഇനി എന്താ നിയോപെൻറ്റൈൻ? എന്താ നിയോപെൻറ്റൈൻ എന്ന് പറയുമ്പോൾ ഒരു മീഥൈൽ ബ്രാഞ്ചും കൂടെ ഇടാം. മെയിൻ ചെയിനിൽ 3 കാർബൺ, 2,2-dimethyl propane. ദാറ്റ് ഈസ് കോൾഡ് നിയോപെൻറ്റൈൻ. ഇതിൻ്റെ എല്ലാം മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഓൾ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ വെയിറ്റ് എന്നുള്ള പോയിന്റ് വെച്ച് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ കഴിയില്ല. ആദ്യം അതാണ് നോക്കേണ്ടത്, മോളിക്കുലാർ വെയിറ്റ് ആണ്. ഇവരുടെ എല്ലാവരും ഐസോമറിക് ഫോംസ് ആണ്. ആൻഡ് ഇവിടുത്തെ പോയിന്റ്, വെൻ ബ്രാഞ്ചിങ് ഇൻക്രീസസ്, ബ്രാഞ്ചിങ് കൂടുന്ന സമയത്ത് what happens is that molecule becomes more spherical. molecule കൂടുതൽ spherical ആവും എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറഞ്ഞാൽ വാണ്ടർവാൾസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വീക്ക് ആവും. മക്കൾ മനസ്സിലാക്കേണ്ട, ആൽക്കൈനിലെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. ദീസ് ആർ നോൺ പോളാർ മോളിക്യൂൾസ്, ഓൾമോസ്റ്റ് നോൺ പോളാർ സിസ്റ്റം ആണ് ആൽക്കൈൻസ്. സോ സ്ട്രെങ്ത് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓർ വാണ്ടർവാൾസ് ഫോഴ്സ്, it is related with the surface area, directly related. So surface area കുറയുമ്പോൾ intermolecular force weak ആവും. intermolecular force weak ആവുക എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയുക ചെയ്യാം. ബോയിലിംഗ് പോയിന്റ് കുറയുക ചെയ്യാം. സോ ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളിക്യൂൾ കൂടുതൽ സ്പെറിക്കൽ ആവുന്നു, സർഫസ് ഏരിയ കുറയുന്നു, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വീക്ക് ആവുന്നു. അതിന്റെ ഫലമായിട്ട് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഐസോമറിക് ആൽക്കൈൻസിൽ, ഐസോമറിക് ആൽക്കൈൻസ് ഒരേ മോളിക്കുലാർ ഫോർമുല ഉള്ള ആൽക്കൈൻസ് ആണ് എന്ന് പറയുമ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല മീൻ സെയിം മോളിക്കുലാർ വെയിറ്റ്. അങ്ങനെയുള്ള ആളുകളുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാലും മതി. ബ്രാഞ്ചിങ് കൂടുമ്പം ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചിങ് ഏറ്റവും കൂടുതൽ ഇതിലാണ്. അപ്പൊ ഇതിന് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് നിയോപെൻറ്റൈൻ. പിന്നെ ഇത് അപ്പൊ ആർക്കാ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ? നോർമൽ പെൻറ്റൈൻ, ദെൻ ഐസോപെൻറ്റൈൻ, ദെൻ നിയോപെൻറ്റൈൻ. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ശരിയല്ലേ? നോക്കി നോക്കൂ. ബോയിലിംഗ് പോയിന്റ് ഓഫ് 3 isomeric pentane follows the order normal pentane, isopentane, neopentane. So statement 1 correct ആണ്. What about statement 2? When branching increases, molecule attains the shape of sphere. This results in smaller surface area for contact, and due to which the intermolecular force between the spherical molecules are weak, thereby lowering the boiling point. Clear alle? So statement 1 and statement 2 both are correct. So the answer is both statement 1 and statement 2 are correct. Option 4 is the right answer. Is that clear മക്കളെ? Okay അല്ലേ? റെഡിയാ? സോ അങ്ങനെയാണെങ്കിൽ let's move on to the next question. Match list 1 with list 2. Okay, CH3, CH double bond CH2 plus H2O plus O
ഡയലൂട്ട് KMnO4 എന്താ? ബേയേഴ്സ് റിയേജന്റ് ആണ്. ഹൈഡ്രോക്സിലേഷൻ നടക്കുക. ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡബിൾ ബോണ്ട് അങ്ങ് പൊട്ടും. എന്നിട്ട് ഇവിടെ ഒരു OH, ഇവിടെയും ഒരു OH. രണ്ട് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആ ഡബിൾ ബോണ്ടിന്റെ രണ്ട് കാർബണിന്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആരാ പ്രോഡക്റ്റ്? CH3 CH ഡബിൾ ബോണ്ട് CH2ലേക്കാണ് ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നത്. അപ്പൊ എന്താ പ്രോഡക്റ്റ് നിങ്ങൾ പറ? CH3 CH2 എന്ന് എഴുതണം. CH3 CH സിംഗിൾ ബോണ്ട് CH2, ഇതിലും OH, ഇവിടെയും OH. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി OH ആഡ് ചെയ്യപ്പെട്ടു. ഏതാ പ്രോഡക്റ്റ്? 2 ആണ്. സോ എനെ നമുക്ക് 2ലേക്ക് മാച്ച് ചെയ്യാം. സോ A2ലുള്ള ഒരു ഓപ്ഷനെ ഭാഗ്യവശാലുള്ളൂ. ഭാഗ്യവശാൽ അതേ ഉള്ളൂ. A2ലുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ 1. വേണം വെരിഫൈ ചെയ്യാം. B CH3 CH ഡബിൾ ബോണ്ട് CH2 ഓസോണോളിസിസ് ആണ്. ഓസോണോളിസിസ് ആരാണ്? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിന് ഓസോണോളിസിന് വിധേയമാക്കിയാൽ എന്താ ട്രിക്ക്? ഡബിൾ ബോണ്ട് ഇങ്ങനെ പൊട്ടിച്ചോ, ഇവിടെയും ഓക്സിജൻ, ഇവിടെയും ഓക്സിജൻ. അപ്പൊ ആരൊക്കെ ഓസോണോളിസിന്റെ പ്രോഡക്ട്സ്? ഒന്ന് CH3 CHO എന്ന് പറഞ്ഞാൽ അസെറ്റാൽഡിഹൈഡ്. അടുത്തത് CH2O ഒന്ന് മാറ്റി എഴുതാം ആസ് HCHO, ഫോമാൽഡിഹൈഡ്. സോ അസെറ്റാൽഡിഹൈഡും ഫോമാൽഡിഹൈഡുമാണ് പ്രോഡക്റ്റ് ഓസോണോളിസിസ് ചെയ്താൽ. അടുത്തത് ഹൈഡ്രോക്സിലേഷൻ ആണ്. രണ്ട് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബേയേഴ്സ് റിയേജന്റിന്റെ ഭാഗമാണ്. സോ B കണക്ട് ചെയ്യേണ്ടത് 3ലേക്കാണ്. B3ലേക്കാണ്. അപ്പൊ അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എയുടെയൊക്കെ നമുക്ക് കറക്റ്റ് നമുക്കൊന്ന് എഴുതി വെക്കാം. A കണക്ട് ചെയ്യേണ്ടത് 2 A2. B എവിടേക്കാ റിലേറ്റ് ചെയ്യേണ്ട മക്കളെ? B ഓസോണോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ B3ലേക്കാണ്. അപ്പൊ അത് മാത്രം വെച്ച് ചെയ്താൽ അത് ഓപ്ഷന്റെ മിസ്റ്റേക്ക് മാത്രമാണ്. നമുക്കത് കറക്റ്റ് ചെയ്യാം. എനിവേ CH3 C ഡബിൾ ബോണ്ട് CH2 CH3 twice C ഡബിൾ ബോണ്ട് CH2 plus H2O bar H plus. Acid catalyzed hydration of alkene. എന്താ പറയൂ? വാട്ടർ മോളിക്യൂളിന്റെ അഡീഷൻ ആണ്. നമുക്ക് ആൽക്കഹോൾ ആണ് കിട്ടേണ്ടത്. ശരിയല്ലേ? എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? C ഓപ്ഷൻ ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതാം. CH3 CH3 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്കാണ് നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം H+ അറ്റാക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൈ ബോണ്ട് ഷിഫ്റ്റ് ആവുക. ഇവിടേക്ക് ഷിഫ്റ്റ് ആയാൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. എന്നാൽ ഈ ബോണ്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആയാൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരും. ഉള്ളിൽ പ്ലസ് വരുന്നതാണ് കൂടുതൽ സ്റ്റേബിൾ. ഉള്ളിൽ പ്ലസ് വരുന്ന രൂപത്തിൽ ഷിഫ്റ്റ് ആവും. ആദ്യം H+ ആണ് അറ്റാക്ക് ചെയ്യുക. ഇലക്ട്രോഫിലിക് അഡീഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. ഈ മൈനസ് ഉള്ളതിൽ H+ ബൈൻഡ് ചെയ്യും. സോ കിട്ടുന്ന കാർബോകാറ്റയോൺ ഏതാണ്? CH3 CH3 ഇവിടെ കാറ്റയോൺ. ആൻഡ് ഇയാളെയാണ് വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഡീപ്രോട്ടോണേറ്റ് ചെയ്യുകയും ചെയ്യും. H+ പുറത്തു പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പം വിൽ ഗെറ്റ് an alcohol. CH3OH. അപ്പൊ കാർബണിന്റെ മുകളിൽ 3 മീഥൈൽ ഗ്രൂപ്പ്. തേർഡ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണ്. തേർഡ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇസ് ദ പ്രോഡക്റ്റ്. തേർഡ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് C കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? C2 തേർഡ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ. CH3 3COH C4ലേക്ക്. A2ലേക്ക്, B3ലേക്ക്, C4ലേക്ക്. അങ്ങനെയാണ് D എന്താണ്? D acidified KMnO4 ആണ്. സോ വിച്ച് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പം ഉണ്ടാവുന്ന പ്രോഡക്റ്റ് മക്കളെ ഓപ്ഷൻ 1 ആണ് വരേണ്ടത്. സ്വാഭാവികമായിട്ട് അത് 1 ആണ്. സോ A2 D1 B3 C4 D1 B3 C4 D1 ഇത് A2 ആണ് കേട്ടോ. A2
എ നമ്മൾ എഴുതില്ല, ഓപ്ഷനിൽ A2 ആക്കുക. A2. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2. ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷൻ 1. ക്ലിയർ ആണ്? യെസ് മക്കളെ, അതിൽ നാലാമത്തെ ഡി ഉണ്ടല്ലോ, CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH2. എടാ ഇതിലുണ്ടല്ലോ, അതിന് മുമ്പാ ഈ ചോദ്യത്തിൽ നിങ്ങൾ ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ മാർക്കോണിക്കോവ്സ് റൂൾ വെച്ച് ആഡ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഇവിടെ പക്ഷേ കാർബോകാറ്റയോണിൽ റീഅറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് H+ ആഡ് ചെയ്ത് കാറ്റയോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം OH- വരുന്നതായിട്ടുള്ള വാട്ടർ മോളിക്യൂൾ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചത്. സോ ദിസ് ഇസ് ദ ആൽക്കഹോൾ ഫോംഡ്. ഇവിടെ മാർക്കോണിക്കോവ്സ് റൂൾ വെച്ച് ആഡ് ചെയ്താലും വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ്, നോ ഡൗട്ട്. റെഡി? നാലാമത്തതിൽ CH3 CH3 ഡബിൾ ബോണ്ട് CH2. ഇവിടെ അസിഡിഫൈഡ് KMnO4 ഉപയോഗിക്കുമ്പോൾ which is a strong oxidizing agent, എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് അങ്ങ് ക്ലീവ് ആവും. അങ്ങനെ ക്ലീവ് ആകുമ്പോൾ ഈ കാർബണിന്റെ മുകളിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ മുകളിൽ ക്ലീവ് ചെയ്ത ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ പ്രോഡക്റ്റ് കീറ്റോൺ. ഒരു ഹൈഡ്രജനാണ് ഉള്ളതെങ്കിൽ പ്രോഡക്റ്റ് കാർബോക്സിലിക് ആസിഡാണ്. 2 ഹൈഡ്രജൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജനാ, അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഒരു പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഈ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ കീറ്റോണാ. 3 കാർബൺ ഉള്ള കീറ്റോൺ, 3 കാർബൺ ഉള്ള കീറ്റോൺ ആരാ? അസറ്റോൺ ആണ്, പ്രൊപ്പനോൺ ആണ്. CH3COCH3. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഏതാ പ്രോഡക്റ്റ്? കാർബൺ ഡൈ ഓക്സൈഡും CH3COCH3 ആണ്. കാർബൺ ഡൈ ഓക്സൈഡും കൂടെ വാട്ടറും. സോ ഓപ്ഷൻ 1 അതാ കൊടുത്തിട്ടുള്ള അസറ്റോണും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. മക്കൾക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇങ്ങനെയായിരുന്നെങ്കിലോ, ഇതാ CH3 നോക്കൂ, CH3 CH ഡബിൾ ബോണ്ട് CH3 എന്നായിരുന്നെങ്കിലോ, അപ്പോൾ എന്താ പ്രോഡക്റ്റ്? എടാ അപ്പോൾ ഈ കാർബൺ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. സിമിലർ സെയിം റിയാക്ഷനിലാണ് പറയുന്നത്, അസിഡിഫൈഡ് KMnO4. അപ്പോൾ എന്താ? CH3CH കാർബൺ ക്ലീവ് ചെയ്ത കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഉണ്ട്. ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്തപ്പോൾ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഒന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ആസിഡ് ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക. CH3COOH. ഈ കാർബണിന്റെ ഉള്ള ഹൈഡ്രജൻ ഇല്ല, അപ്പോൾ അത് കീറ്റോൺ ആയിട്ട് മാറും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള അസിഡിഫൈഡ് KMnO4 ഉപയോഗിക്കുമ്പോൾ. സോ ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്യുന്ന സമയത്ത് ഈ കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജനാണ് ഉള്ളതെങ്കിൽ, അതായത് ടെർമിനൽ ആൽക്കീൻ ആണെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. 1 ഹൈഡ്രജനാണ് ഉള്ളതെങ്കിൽ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് ആസിഡായിട്ട് മാറും. എന്നാൽ കാർബണിന്റെ മുകളിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്, ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അത് കീറ്റോൺ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്ന് മാറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേയേഴ്സ് റിയേജന്റ്സ്. ആരാണ് ബേയേഴ്സ് റിയേജന്റ്? കോൾഡ് ഡയലൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. Okay, cold dilute aqueous solution of potassium permanganate. That is your Bayer's reagent. Okay, yes. Next, the major product X in the following reaction sequence. എന്താണ് ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ്? മക്കളെ, ഇതിൽ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ക്ലോറിനേഷൻ ആണ്. ഇൻ പ്രസൻസ് ഓഫ് FeCl3 ലൂവിസ് ആസിഡ്, which is called electrophilic substitution reaction. അപ്പോൾ രണ്ട് സൈഡ് ഗ്രൂപ്പുകൾ ഈ ബെൻസീൻ റിംഗിലുണ്ട്. ഒന്ന് നൈട്രോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡീആക്ടിവേറ്റിംഗ് ആണ്. പിന്നെ C2H5 ആണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഈഥൈൽ ഹൈപ്പർ കോൺജുഗേഷനിലൂടെ റിംഗിനെ ആക്ടിവേറ്റ് ചെയ്യും ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഈഥൈൽ ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് മീൻസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ്. പാരൽ ഓൾറെഡി നൈട്രോ ഉണ്ട്. അപ്പോൾ പിന്നെ ക്ലോറിൻ അറ്റാച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് C2H5ന്റെ ഓർത്തോ പൊസിഷനിലാണ്. ദിസ് ഇസ് ഡീആക്ടിവേറ്റ്, ഇയാളാണ് ആക്ടിവേറ്റ്. ഓക്കെ, സോ എന്തായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക? ആദ്യ ക്ലോറിനേഷൻ കഴിയുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. C2H5 ഇവിടെ ഉണ്ട്.
ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു, ഹൈഡ്രജന് പകരം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നൈട്രോ ഇവിടെ ഉണ്ട്. പിന്നെ SN⁻HCl ഉപയോഗിച്ചാൽ നൈട്രോ മാറും, പകരം NH2 വരും. അനിലീന് NH2 വന്നു, അമിനോ ഗ്രൂപ്പ് വന്നു. ഇനി NaNO2⁻HCl ഇൻ ദ കോൾഡ് 0 to 5 degree Celsius. അപ്പൊ എന്താ, ഡയാസോട്ടൈസേഷൻ ആണ്. അപ്പോ NH2 മാറിയിട്ട് N2Cl ആവും, N2+Cl-. അടുത്ത സ്റ്റെപ്പിൽ അതിനെ KI ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ആ N2Cl മാറിയിട്ട് പകരം I വരും. അപ്പൊ ഈ പൊസിഷനിൽ ഫൈനലി I ആണ് വരാൻ പോകുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ. An alkane that can be oxidized to the corresponding alcohol by KMnO4 as per the reaction. So KMnO4 normally alkaneകളെ ഓക്സിഡൈസ് ചെയ്യില്ല. It can oxidize, but it can oxidize alkanes having 3 degree hydrogen to alcohol. 3 degree hydrogen ഉള്ള ആൽക്കെയിനെ ഓക്സിഡൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാർബൺ 3 degree ആവണമെങ്കിൽ ഇവിടെയും കാർബൺ വേണം, ഇവിടെയും കാർബൺ വേണം, ഇവിടെയും കാർബൺ വേണം. സോ 3 ഗ്രൂപ്പിലും കാർബൺ വന്നാലേ ഈ ഒരു ഓക്സിഡേഷൻ പോസിബിൾ ആവുള്ളൂ. അങ്ങനെ നമ്മൾ NCERT കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ R1CH3 ആവണം, R2CH3 ആവണം, R3CH3 ആവണം. അങ്ങനെയാണ് ഇത് ടെർഷറി ആണ്. ഈ ഹൈഡ്രജൻ അപ്പോൾ ടെർഷറി ഹൈഡ്രജൻ ആവും, അത് ആൽക്കഹോൾ ആയിട്ട് ഓക്സിഡൈസ് ആവും. ഓപ്ഷൻ 2 is the right answer. Clear? So KMnO4 oxidizes alkanes having 3 degree hydrogen atom to corresponding alcohol. Next question. Consider the following compounds of bar species. ഇതിൽ നമ്പർ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എത്ര അരോമാറ്റിക് സ്പീഷീസുകൾ ഇതിലുണ്ട്? നമ്പർ ഓഫ് വാട്ട്? അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇതിൽ എത്ര അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്? ഹൗ മെനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ there? ഇയാൾ അരോമാറ്റിക് ആണ്, നാഫ്തലീൻ. ഇയാൾ നോക്കൂ, the ring is completely conjugated. എത്ര അതിലെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ, 2 പൈ ബോണ്ട്, ഈ ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണ്, ദാറ്റ് ഈസ് എ ലോൺ പെയർ. സോ മൊത്തം ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ 6 വരും. കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്, which is a value 4n+2. so this is also aromatic. ഇത് അരോമാറ്റിക് ആണ്. ബട്ട് ഇതിൽ നോക്കൂ, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്, ബട്ട് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് 4 ആണ്, 2 പൈ ബോണ്ട്, which is a value of 4n. it is anti aromatic. and ഇതോ, this is also anti aromatic. കാരണം ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ 4 ആണ് വരുന്നത്. ബട്ട് ഇത് കാറ്റിയോൺ ആയാലോ, ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ 2 ആണ്, സോ ദാറ്റ് ഈസ് അരോമാറ്റിക്. അപ്പൊ ഇത് അരോമാറ്റിക്, ഇയാൾ അരോമാറ്റിക്, ഇയാളും അരോമാറ്റിക്. ലാസ്റ്റ് വൺ 6, ഇയാളും അരോമാറ്റിക്. ഇയാൾ അരോമാറ്റിക് അല്ല. ഓക്കെ, അപ്പോ 1 2 3 4 4 അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഹൗ മെനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ there എന്നാണ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 is the right answer. Okay, yes. Now let's move on to the next question. Which among the following compounds will show geometrical isomerism? Geometrical isomerism കാണിക്കണമെങ്കിൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത 2 ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ഫ്രീ വാലൻസീസ്, ആൻഡ് ദോസ് 2 ഗ്രൂപ്പ്സ് മസ്റ്റ് ബി ഡിഫറെന്റ്. ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം. അതുപോലെ ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഇതും ഡിഫറെന്റ് ആവണമെന്ന് നിർബന്ധമില്ല, ഇതും ഡിഫറെന്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഡബിൾ ബോണ്ടഡ് കാർബണിലുള്ള 2 ഫ്രീ വാലൻസീസിൽ അറ്റാച്ച് ചെയ്യുന്ന 2 ഗ്രൂപ്പും ഡിഫറെന്റ് ആയിരിക്കണം. അതുപോലെ ഇവിടെയും ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കണം. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. സോ നോക്കൂ, പെൻഡ് 1E. എന്താ പെൻഡ് 1E എന്ന് പറഞ്ഞാൽ? CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല? കാരണം ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജനാണ് കിടക്കുന്നത്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജനാണ് കിടക്കുന്നത്, പറ്റില്ല. വാട്ട് അബൌട്ട് 2,3-dimethyl butadiene? 2,3-dimethyl butadiene എന്താ? 2,3-dimethyl butadiene എന്ന് പറഞ്ഞാൽ
CH3 C ഡബിൾ ബോണ്ട് C CH3 2,3 ഡൈമീഥൈൽ. അപ്പോൾ ഇവിടെയും മീഥൈൽ, ഇവിടെയും മീഥൈൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ രണ്ടും മീഥൈലാണ്. ഈ രണ്ട് ഗ്രൂപ്പുകൾ സിമിലർ ആണ്. സോ ദാറ്റ് കാനോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. നെക്സ്റ്റ് ഇസ് 2-methyl propuanene. 2-methyl propuanene. എന്താ 2-methyl propuanene? പ്രൊപ്പുവണ്ണീൻ എന്ന് പറഞ്ഞാൽ തന്നെ CH2 ഡബിൾ ബോണ്ട് CH3 ഇതാണ് 2-methyl propuanene. അപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബണിൽ രണ്ട് മീഥൈൽ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ രണ്ട് ഹൈഡ്രജൻ. സോ അയാൾക്കും പറ്റില്ല. സോ അങ്ങനെയാണ് ആൻസർ എന്തായാലും 4 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. 3,4 ഡൈമീഥൈൽ ഹെക്സത്രീൻ. ദാറ്റ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. ചെക്ക് ചെയ്യേണ്ട കാര്യം ഡബിൾ ബോണ്ടഡ് കാർബണിലെ രണ്ട് ഗ്രൂപ്പുകളും ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഡസ് നോട്ട് എക്സിബിറ്റ് അരോമാറ്റിസിറ്റി? ഓപ്ഷൻ 1 നോക്കൂ. ഓപ്ഷൻ 1 is not completely conjugated. The ring is not completely conjugated. രണ്ട് സിംഗിൾ ബോണ്ട് അടുത്ത് വന്നു. രണ്ട് സിംഗിൾ അടുത്ത് വന്നാൽ കോൺജുഗേഷൻ കട്ടാവും. കട്ടാവാതിരിക്കണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു പ്ലസ്സോ മൈനസോ ലോൺ പെയറോ റാഡിക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കട്ടാവില്ല. ഇവിടെ നോക്ക്, രണ്ട് സിംഗിൾ എടുത്തു വന്നു, പ്ലസ് ഉണ്ട്, അപ്പോൾ കോൺജുഗേഷൻ കട്ടായില്ല. ഇവിടെ രണ്ട് സിംഗിൾ എടുത്തു വന്നു, പ്ലസ് ഉണ്ട്, കോൺജുഗേഷൻ കട്ടായില്ല. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. അരോമാറ്റിക് ഓൾസോ, ബട്ട് ഇത് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് പോലും അല്ല. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് കാനോട്ട് ബി അരോമാറ്റിക്. സോ അരോമാറ്റിസിറ്റി ഇല്ലാത്തത് ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. Compound X on reaction with ozone followed by Zn bar H2, that is called ozonolysis, gives formaldehyde and 2-methyl propanol as the product. The compound X's. അപ്പോൾ ആരൊക്കെ ഓസോണോളിസിസിലൂടെ ഉണ്ടായ പ്രോഡക്ട്സ്? ഒന്ന് ഫോമാൽഡിഹൈഡ് HCHO. രണ്ടാമത്തെ പ്രോഡക്റ്റ് 2-methyl propanol. അരെ 2-methyl propanol. ഇപ്പൊ ഞാൻ വരയ്ക്കാം 2-methyl propanol. അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, CHO. യെസ്, എടാ ഇതാണ് 2-methyl propanol 1, 2, 3. അതിൻ്റെ പേര് രണ്ടാമത്തെ കാർബണിൽ മീഥൈലുള്ള പ്രൊപ്പനാൽ ആൽഡിഹൈഡ് ആണ്, ഫോമാൽഡിഹൈഡും. ഓസോണോളിസിസ് പ്രോഡക്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ഓസോണോളിസിസ് പ്രോഡക്റ്റ് ചെയ്താൽ ഈ രണ്ട് ഓക്സിജൻ ഇവിടുന്ന് എടുത്ത് അങ്ങ് കളഞ്ഞേച്ചാൽ മതി. അപ്പൊ ഓസോണോളിസിസിലൂടെ കിട്ടുന്ന കാർബോണൈൽ കോമ്പൗണ്ട്സിനെ യു അറേഞ്ച് ചെയ്യുക. എങ്ങനെ? ഇൻ സച്ച് എ വേ ദാറ്റ് കാർബോണൈൽ ഓക്സിജൻ ഫേസിങ് ഈച്ച് അതർ. എന്നിട്ട് ഓക്സിജനെ കളയുക, ഡബിൾ ബോണ്ട് അവിടെ ഇറക്കി വെക്കുക. സോ അങ്ങനെയാണ് എന്താ പ്രോഡക്റ്റ്? ഈ ഭാഗത്ത് CH2 ഉണ്ട്. സോ ദ പ്രോഡക്റ്റ് ഫോംഡ് ഇസ് CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, CH3. എന്താ ഇയാളുടെ പേര്? ഡബിൾ ബോണ്ട് എന്ന നമ്പർ ചെയ്യുക, അതിനാ പ്രയോറിറ്റി. സോ 1, 2, 3, 4. 3-methyl butanene. 3-methyl butanene. ഓപ്ഷൻ 2 is the right answer. ക്ലിയർ അല്ലേ? അപ്പൊ ഓസോണോളിസിസ് പ്രോഡക്റ്റ് തന്നിട്ട് ആൽക്കീൻ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ആ പ്രോഡക്ട്സിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. കാർബോണൈൽ ഓക്സിജൻ പരസ്പരം ഫേസ് ചെയ്യുന്ന രൂപത്തിൽ, എന്നിട്ട് ഓക്സിജൻ എടുത്ത് കളയുന്നു, ഡബിൾ ബോണ്ട് പ്ലേസ് ചെയ്യുന്നു. ക്ലിയർ? നേരത്തെ ഓസോണോളിസിസ് പ്രോഡക്റ്റ് ചെയ്താണ് എന്താ ചെയ്ത്? ഡബിളും എല്ലാം പൊട്ടിച്ച് അപ്പുറം ഇപ്പുറം ഓക്സിജൻ ഇട്ട് കൊടുത്തതാണ്. അതുപോലെ അതിനെ നേരെ റിവേഴ്സ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. സോ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Match the bond line structures of hydrocarbon given in list 1 with the corresponding boiling points given in list 2. അങ്ങനെയാണ് ഇവരുടെ ബോയിലിംഗ് പോയിന്റ്സ് കമ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാർബൺ ആറ്റത്തിന്റെ എണ്ണാണ്, പിന്നെ ബ്രാഞ്ചിങ്. മോളിക്കുലാർ വെയിറ്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. ഒന്നാമത്തെ 1, 2, 3, 4, 5 കാർബൺ. ഇതിൽ 1, 2, 3, 4, 5, 6 കാർബൺ. ഇതിലോ 1, 2, 3, 4, 5 5 കാർബൺ. ഇതിൽ 1, 2, 3, 4, 5 5 കാർബൺ. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കട കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക? ശ്രദ്ധിക്കുക, ഇതിൽ 5 കാർബൺ നോർമൽ പെൻറ്റെയിൻ, ഇതിൽ 6 കാർബൺ എക്സൈൻ, ഇത് നോർമൽ പെൻറ്റെയിൻ 5 കാർബൺ, ഐസോപെൻറ്റെയിൻ 5 കാർബൺ, നിയോപെൻറ്റെയിൻ 5 കാർബൺ. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട 6 കാർബണുള്ള ആൾക്കാണ്. 6 കാർബണുള്ള ആൾക്ക് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. സോ B4ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ 5 കാർബണുള്ള 3 ഐസോമറിക് ഫോം. അതിൽ ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്ന പഠിച്ചത്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. സോ ബ്രാഞ്ചിങ് ഇല്ലാത്തതിനാണ് രണ്ടാമത്തെ വരേണ്ടത്.
അപ്പോൾ രണ്ടാമത് ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ഇയാൾക്കാണ് 309.1. ഇത് കാണാതെ പഠിച്ചിട്ട് ചെയ്യേണ്ടതല്ല, ആ ഓർഡർ മാത്രം നോക്കിയാൽ മതി. അടുത്തത് ബ്രാഞ്ചിങ്, ഒരു ബ്രാഞ്ച് ഉള്ളത് രണ്ടാമത് വരും. അടുത്തത് 2 ബ്രാഞ്ച് ഉള്ളത് ഏറ്റവും താഴെ വരും. സോ ദിസ് ഇസ് ദ ഓർഡർ. സോ എന്ത് വരണം ആൻസർ? എ എവിടേക്കാണ് പോകേണ്ടത്? A3യിലേക്ക്. A3. ബി പോകേണ്ടത് 4. A3B4. A3B4. യെസ്, A3B4. C1. കറക്റ്റ്. സോ ഓപ്ഷൻ 3 is the right answer. Clear അല്ലേ? യെസ്. Now let's move on to the next question. The compound obtained by addition of water to alkyne having more than 2 carbons in presence of HgSO4 and dilute H2SO4 at 333 Kelvin. That is acid catalyzed hydration of alkyne. Acid catalyzed hydration of alkyne, only ethyne gives aldehyde. All other alkynes give ketone. അങ്ങനെ പഠിച്ചത്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ ഈത്തൈൻ മാത്രമാണ്, അസെറ്റിലീൻ അല്ലെങ്കിൽ ഈത്തൈൻ മാത്രമാണ് ആൽഡിഹൈഡിനെ തരാൻ, ദാറ്റ് ഈസ് അസെറ്റാൽഡിഹൈഡ്. ഓൾ അതർ ആൽക്കൈൻസ് ഗിവ് എന്തിനെ? കീറ്റോൺസ്. അപ്പോൾ മോർ ദാൻ 2 കാർബൺ എന്ന് പറഞ്ഞാൽ അത് ഈത്തൈൻ അല്ല എന്ന് ഉറപ്പാണ്. സോ ഈത്തൈൻ അല്ലാത്ത മറ്റെല്ലാ ആൽക്കൈൻസും കീറ്റോണിനെയാണ് തരുന്നത് ഡ്യൂറിങ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്. റെഡി അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്സ് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് അറേഞ്ച്ഡ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്? ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ അതിൽ 7 കാർബൺ, ബ്യൂട്ടൈനിൽ 4 കാർബൺ, 2-മീഥൈൽ ബ്യൂട്ടൈനിൽ 5 കാർബൺ, 2-മീഥൈൽ പ്രൊപ്പൈനിൽ ബ്രാഞ്ചിങ് അടക്കം 4 കാർബൺ, ഹെക്സൈനിൽ 6 കാർബൺ. അപ്പോൾ കാർബൺ എണ്ണാണ് ആദ്യം നോക്കേണ്ടത്. മോളിക്കുലർ വെയിറ്റ് ഏറ്റവും കൂടുതൽ ആർക്കാ? ഹെപ്റ്റൈൻ ആണ്. എക്കാണ് ഏറ്റവും ഉയർന്ന ബോയിലിംഗ് പോയിന്റ്. പിന്നെ 6 കാർബണുള്ള ഹെക്സൈനാണ്. പിന്നെ 5 കാർബണുള്ള 2-മീഥൈൽ ബ്യൂട്ടൈനാണ്. പിന്നെ നമുക്ക് ബ്യൂട്ടൈനും 2-മീഥൈൽ പ്രൊപ്പൈനും ഐസോമേഴ്സ് ആണ്. അതിൽ ഇത് ബ്രാഞ്ചിങ് ഉണ്ട്, ഇതിൽ ബ്രാഞ്ചിങ് ഇല്ല. ബ്രാഞ്ചിങ് ഇല്ലാത്തവനാണ് മോർ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ പിന്നെ ബി ആ, എന്നിട്ട് ഡി ആ. സോ ഏത് ആൻസർ? AECBD. ഓപ്ഷൻ 4 is the right answer. 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The major product for the following chemical reactions. മക്കളെ, അതായത് ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBr ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ. അപ്പൊ നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്യേണ്ടത് എങ്ങോട്ടാ? നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്യേണ്ടത് കാർബൺ കണ്ടെയ്നിങ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ്. കൂടുതൽ ഹൈഡ്രോജൻ ഉള്ളിടത്തിലേക്കാണ് നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്യേണ്ടത്. ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ ആണ്. നോ റീഅറേഞ്ച്മെന്റ് പോസിബിൾ. സോ അങ്ങനെയാണെങ്കിൽ എന്താ പ്രോഡക്റ്റ്? സെയിം കാര്യത്തിൽ അറ്റത്ത് BR വരും. CH3 സിംഗിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CHBr CH3 അല്ല. പിന്നെ ഏതാ? അറ്റത്താണ് BR വരേണ്ടത്. ഇതാണ് നോക്കൂ. CH3 CH3 CH2 now CH2 കാരണം ഒരു H ഇവിടേക്ക് വരാനുണ്ട്. Then CH2Br. So option 3 is the right answer. Ready? Yes. Next question. Which of the following statements are correct about elimination reaction of 2-bromopentane to form pentatone as the major product? മക്കളെ, 2-bromopentane എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഫോർമുല? 2-bromopentane CH3 CH Br CH2 CH3. That is 2-bromopentane. ഇത് ആൽക്കോഹോളിക് KOH ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യും. എന്താ സംഭവിക്കുക? ഹാലത്തിന് അറ്റാച്ച് ചെയ്ത കാർബൺ നമുക്ക് ആൽഫ കാർബൺ എന്ന് വിളിക്കാം. സോ ദർ ആർ 2 ബീറ്റ കാർബൺസ്. ഇതും ബീറ്റ ഇതും ബീറ്റ. ആൽഫയിൽ നിന്ന് Br മൈനസ് പോകണം. ബീറ്റയിൽ നിന്ന് 2 ബീറ്റ ഉള്ളതുകൊണ്ട് എവിടുന്നാ ബീറ്റ എലിമിനേറ്റ് ചെയ്യുക? മെക്കാനിസം E2 മെക്കാനിസമാണ്. റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇനി Br മൈനസ്, അപ്പൊ ബീറ്റ കാർബൺ എലിമിനേറ്റ് ചെയ്യേണ്ടത് Br ആണ് ലീവിംഗ് ഗ്രൂപ്പ്. ആൽക്കോഹോളിക് KOH ഉപയോഗിക്കുന്നു. സോ യു ഹാവ് ടു ഫോളോ സെയ്റ്റ്സഫ് റൂൾ. സെയ്റ്റ്സഫ് റൂൾ എന്താ പറയുന്നത്? യു എലിമിനേറ്റ് ഹൈഡ്രോജൻ ഫ്രം ദാറ്റ് ബീറ്റ കാർബൺ ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം.
ഹൈഡ്രജൻ കുറഞ്ഞ ബീറ്റ കാർബൺ ഹൈഡ്രജനെ കളഞ്ഞോളൂ, യു വിൽ ഗെറ്റ് മോർ ആൽക്കൈലേറ്റഡ് ആൽക്കീൻ. കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കീനെ നിങ്ങൾക്ക് കിട്ടും, മോർ ആൽക്കൈലേറ്റഡ് ആൽക്കീൻ. ഇതാ ഈ ബീറ്റ കാർബണിൽ ഒരു 2 ഹൈഡ്രജൻ, ഇതിൽ 3 ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ കുറഞ്ഞ ബീറ്റ കാർബൺ ഹൈഡ്രജനെ കളഞ്ഞോളൂ, അവിടുന്നാണ് ഹൈഡ്രജൻ എടുത്ത് ഒഴിവാക്കേണ്ടത്. സോ എലിമിനേഷൻ നടന്നാൽ എന്താ പ്രോഡക്റ്റ് പറഞ്ഞേ? CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഇയാളുടെ പേരാ പെൻറ്റൂയീൻ. സോ പെൻറ്റൂയീൻ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തപ്പോൾ എന്തൊക്കെ പറയാം? ഇറ്റ് ഈസ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൽഫ ബീറ്റ എലിമിനേഷൻ. ആൽഫ ബീറ്റ എന്ന് പറയും, 1,1,2 എലിമിനേഷൻ എന്ന് പറയും, ബീറ്റ എലിമിനേഷൻ എന്ന് പറയും, ബിക്കോസ് ദാറ്റ് ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ബീറ്റ ഹൈഡ്രജൻ. സോ ബീറ്റ എലിമിനേഷൻ ആണ്. ഫോളോസ് എയ്റ്റ്സ് ഓഫ് റൂൾ. യെസ്, ഡീഹൈഡ്രോ ഹാലോജനേഷൻ, കാരണം ഹൈഡ്രജനോ ഹാലോജനോ പോയത്. ഡീഹൈഡ്രേഷൻ, ദാറ്റ് ഈസ് റോങ്. സോ A, B and C are the correct statements. A, B, C, option 4, A, B, C. Okay. Next. Look, which of the following alkane cannot be made in good yield by Woods reaction? Woods reaction ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയുള്ള ആൽക്കൈനാ? Alkanes, symmetrical alkanes having even number of carbon atoms. അതാണ് വുഡ്സ് റിയാക്ഷനിൽ ഗുഡ് ഈൽഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ആരെ? സിമെട്രിക്കൽ ആൽക്കെയിൻസ് ഹാവിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. സിമെട്രിക്കൽ ആൽക്കെയിൻസ് ഹാവിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ അല്ല, ഓഡ് നമ്പർ ഉള്ള ഒരു ആൽക്കെയിൻ കിടക്കണ്ടല്ലോ. അപ്പൊ അതാണല്ലോ എന്തായാലും ആൻസർ. എല്ലാം ഈവൻ ആണെങ്കിൽ പിന്നെ സിമെട്രിക്കൽ ആൽക്കെയിൻ ഉണ്ടോ നോക്കണം. സിമെട്രിക്കൽ ആണ് പറ്റാത്തതാ അവിടുത്തെ ചോദ്യം. കനോട്ട് ബി മെയ്ഡ്. ഓഡ് നമ്പർ പറ്റില്ല. ഓഡ് നമ്പർ ഉണ്ടാക്കാം, പക്ഷെ മിക്സർ ആയിട്ടേ കിട്ടുള്ളൂ. കനോട്ട് ബി മെയ്ഡ് ഇൻ ഗുഡ് ഈൽഡ് ബൈ വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഓഡ് നമ്പറിലുള്ള ഹെപ്റ്റൈൻ ആണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാ ഈവൻ നമ്പറും ഗുഡ് ഈൽഡ് ഇല്ല, അതൊരു മനസ്സിലാക്കുക. സിമെട്രിക്കൽ ആൽക്കെയിൻസ് ഹാവിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആണ് ഗുഡ് ഈൽഡ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഒന്ന് നോക്കൂ. CH3 ഇതാണ് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇതൊരു സിമെട്രിക്കൽ ആൽക്കെയിൻ ആണ്. ഐസോപ്രൊപ്പൈൽ ഹാലൈഡുകൾ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ്. സിമെട്രിക്കൽ ആൽക്കെയിൻ ആണ്, സിമെട്രിക്കൽ. എന്നാൽ ഇതിൽ 4 കാർബണാ ഉള്ളത്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ സിമെട്രിക്കൽ ആൽക്കെയിൻ. ഇതിൽ ഐസോപ്രൊപ്പൈൽ ഹാലൈഡും മീഥൈൽ ഹാലൈഡൂടെ റിയാക്ട് ചെയ്താൽ, വുഡ്സ് റിയാക്ഷൻ നടത്തിയാലാണ് ഈ പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ അവിടെ സെൽഫ് പ്രോഡക്ട്സും ഉണ്ടാവും, ക്രോസ് പ്രോഡക്റ്റ് മാത്രമല്ല. സോ കൂടുതൽ ഈൽഡിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഈവൻ നമ്പർ കാർബൺ ആണ്, 1, 2, 3, 4, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സിമെട്രിക്കൽ ആൽക്കെയിൻ. സോ ഇയാളെ കനോട്ട് ബി മെയ്ഡ് വിത്ത് ഗുഡ് ഈൽഡ് എന്നുള്ള കാറ്റഗറിയിലാണ് അത് വരിക. ഓക്കെ, യെസ്, ഓപ്ഷൻ ഇല്ല, ഞാൻ പറഞ്ഞതാണ്. റെഡി. നെക്സ്റ്റ്, an alkene on ozonolysis gives methanol as one of the products. Its structure is മെത്തനാൾ വരണമെങ്കിൽ നോക്കൂ, അറ്റത്ത് ഡബിൾ ബോണ്ട് വരണം. അറ്റത്ത് ഡബിൾ ബോണ്ട് വന്നാൽ അത് പൊട്ടിച്ചാൽ അപ്പുറം ഓക്സിജൻ ഇപ്പുറം ഓക്സിജൻ ആണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് CH2O എന്ന് വരും. ഒരു പ്രോഡക്റ്റ് CH2O ആണ് HCHO. മെത്തനാൾ, ഫോമാൽഡിഹൈഡ്. അപ്പോൾ ഫോമാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആണ് ടെർമിനൽ ആൽക്കീൻസ് വേണ്ടത്. അറ്റത്ത് ഡബിൾ ബോണ്ട് ഉണ്ടാവണം, ടെർമിനൽ ആൽക്കീൻ. തന്നതിൽ ഒറ്റ ടെർമിനൽ ആൽക്കീനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഇതിലാണെങ്കിൽ ഏതാ ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, ഓക്സിജൻ. അപ്പോൾ ഒരു ആൽഡിഹൈഡ്, അടുത്ത ആൽഡിഹൈഡ്. ഇത് എത്തനാളാണ്, അപ്പം മെത്തനാൾ കിട്ടില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ പൊട്ടിക്കട്ടോ, അപ്പോൾ സൈക്കിൾ ബ്രേക്ക് ആവും. ഇവിടെ ഓക്സിജൻ കൊടുക്കുക, ഇതും പൊട്ടിക്കാം, ഓക്സിജൻ. ഓക്കെ, അപ്പോഴൊന്നും നമുക്ക് മെത്തനാൾ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടില്ല. Which of the following is a free radical substitution reaction? Benzene with bromine and AlCl3. That is electrophilic substitution reaction. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഏതാവടുത്തെ ഇലക്ട്രോഫൈൽ Br+. ബെൻസീൻ റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഹൈഡ്രജനെ.
acetylene with HBr. Acetylene alkyne with HBr. That is electrophilic addition reaction. Electrophilic addition reaction. Add ചെയ്യപ്പെടുന്ന ഇലക്ട്രോഫൈൽ H+ ആണ്. H+. Methane with bromine in presence of H nu. Sunlight. Photohalogenation. That is a free radical substitution reaction. Free radical substitution reaction. ഏതാ വരുന്ന ഫ്രീ റാഡിക്കൽ? ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ആണ് ആ സബ്സ്റ്റിറ്റ്യൂഷന് വിധേയമാവുന്നത്. propene with HBr, that is free radical addition reaction. പെറോക്സൈഡിന്റെ പ്രസൻസിലുള്ള HBr addition, that is a free radical addition reaction. This is free radical substitution reaction. The free radical addition. So anyway, option 3 is the answer. Free radical substitution reaction. Okay. The most suitable reagent for the following conversion. ബ്യൂട്ടിറ്റുവൈനെ എന്താക്കിയാൽ മാറ്റേണ്ടത്? സിസ് ബ്യൂട്ടിറ്റുയിൻ. ഏതാ? ലിൻലാസ് കാറ്റലിസ്റ്റ്. എന്നാൽ ബ്രിഡ്ജ് റിഡക്ഷൻ ഉപയോഗിക്കാതെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ട്രാൻസ്ബ്യൂട്ടുയിൻ ആണെങ്കിൽ. സോ ഇതാണ് ഹൈഡ്രജൻ പെലഡൈസ്ഡ് ചാർക്കോൾ ആൻഡ് ക്വിനോലിൻ. ഓപ്ഷൻ 3, which is a partial reduction, Linla's catalyst. Okay. Next നോക്കൂ. The reaction among the following that proceeds through an electrophilic substitution reaction. അപ്പോൾ aromatic substitution ഒക്കെ electrophilic substitution ആണ്. നിങ്ങൾ നോക്കൂ. ബെൻസീനിലെ ക്ലോറിനേഷൻ ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് AlCl3. ഡൈസോണിയം സോൾട്ടിൻ്റെത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ. അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. So option 3 is the right answer. Option 3. ഇത് ഫ്രീ റാഡിക്കൽ അഡീഷൻ ആണ്. ഫ്രീ റാഡിക്കൽ അഡീഷൻ, ബോണ്ടൊക്കെ പൊട്ടി റാഡിക്കൽസ് ആഡ് ചെയ്യും UV ലൈറ്റിന്റെ പ്രസൻസിൽ. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദിസ് ഇസ് ഓൾസോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഓപ്ഷൻ 3 is the right answer. നെക്സ്റ്റ് പറയും. The alkane that gives only one monochloro product on chlorination with chlorine in presence of diffused sunlight. Option 1 നോക്കൂ. 2,2-dimethyl butane. അതാ 2,2-dimethyl butane. അവിടെ 2,2-dimethyl butane ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റിയാൽ എന്നിട്ട് ക്ലോറിൻ കൊടുത്താൽ, അതല്ലല്ലോ ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റിയാൽ കിട്ടുക. രണ്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ട്. ഒരു പ്രോഡക്റ്റിനെ കിട്ടുന്ന ക്ലോറിനേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ sp3 കാർബണിലുള്ള ഹൈഡ്രജൻ ആണ് ക്ലോറിനാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക. ഫോട്ടോ ഹാലോജനേഷൻ, ലൈറ്റിന്റെ പ്രസൻസിലുള്ള ഹാലോജനേഷൻ വിച്ച് ഈസ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ചെയ്യുമ്പോൾ ഏത് കാർബണിലെ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക? സിംഗിൾ ബോണ്ടഡ് കാർബണിലെ, അതായത് sp3 കാർബണിലെ ഹൈഡ്രജൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ അതെല്ലാം sp3 കാർബൺസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടുന്ന് ചെയ്യാം. ഇത് മൂന്നിടത്ത് ചെയ്താലും ഒരുപോലെയാണ്. പക്ഷെ ഇവിടുന്ന് ചെയ്യുന്നത് അതുപോലെയല്ല, ഇവിടുന്ന് ചെയ്യുന്നത് അതുപോലെയല്ല. അതുപോലെയല്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ചെയ്തു നോക്കിയാൽ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് കിട്ടുക, ഡിഫറെൻറ്റ് പേരാ കിട്ടുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കൂ നിങ്ങൾ. നിയോപെൻറ്റൈൻ നോക്കിയേ. നിയോപെൻറ്റൈൻ എന്താ? നിയോപെൻറ്റൈൻ CH3 CCH3 CH3 CH3. ദിസ് ഇസ് നിയോപെൻറ്റൈൻ. നിയോപെൻറ്റൈനില് ഇതിൽ എത്ര മോണോക്ലോറോ പ്രോഡക്റ്റ് കിട്ടും? മോണോക്ലോറോ പ്രോഡക്റ്റിന് ഒരു ഹൈഡ്രജനെ മാറ്റാ, ക്ലോറിനെ കൊടുക്കുക. ഇവിടുന്ന് മാറ്റാം. ഈ നാലിടത്തുനിന്ന് എവിടുന്ന് മാറ്റിയാലും ഒരേ നെയിമുള്ള കോമ്പൗണ്ടാണ് കിട്ടുക. ഈ 4 മീത്തായാലും ഇക്വലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരേ പേരുള്ള കോമ്പൗണ്ടാണ് കിട്ടുക. അപ്പോൾ ഓൺലി വൺ മോണോക്ലോറോ പ്രോഡക്റ്റ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടുന്ന് മാറ്റാം ഒരു പ്രോഡക്റ്റ്, ഇവിടുന്ന് മാറ്റാം ഒരു പ്രോഡക്റ്റ്. ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല, കാരണം കാർബണേ ഉള്ളൂ, ഹൈഡ്രജൻ ഇല്ല. ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല കേട്ടോ. ബട്ട് ഇവിടുന്ന് മാറ്റിയാൽ ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റാണ് കിട്ടുക. അപ്പോൾ 3 എണ്ണം കിട്ടും ഇതിൽ, എന്നാൽ ഇതിൽ 1 കിട്ടുള്ളൂ, മോണോക്ലോറോ പ്രോഡക്റ്റ്. ഓക്കെ. സോ ദ ആൻസർ ഇസ് എന്താ പറയും? ഓപ്ഷൻ 2 നിയോപെൻറ്റൈൻ.
ഓക്കെ, സോ ഷുവർ 20 സീരീസിലുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചാപ്റ്ററുകൾ ഈ രൂപത്തിൽ ആവശ്യമുള്ളത് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.